നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ കാണിക്കുന്ന 5G ചിഹ്നം എല്ലായ്പ്പോഴും നിങ്ങൾക്ക് യഥാർത്ഥ 5G വേഗത നൽകുന്നില്ലെന്നാണ് പുതിയ പഠനം സൂചിപ്പിക്കുന്നത്. അതായത് ഫോൺ 5G നെറ്റ്വർക്കിലേക്ക് കണക്റ്റ് ആയി എന്ന് സൂചിപ്പിക്കുമ്പോൾ പോലും പലപ്പോഴും ഡാറ്റ കൈമാറ്റം നടക്കുന്നത് 4G സാങ്കേതികവിദ്യ ഉപയോഗിച്ചായിരിക്കും. പോളിസി ട്രാക്കർ എന്ന ഗവേഷണ സ്ഥാപനം നടത്തിയ പരിശോധനയിൽ ഫോൺ 5G ചിഹ്നം കാണിക്കുന്ന സമയത്തിൻ്റെ ഏകദേശം 40% അത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് 4G കണക്ഷനാണെന്ന് കണ്ടെത്തി. മൊബൈൽ നെറ്റ്വർക്കുകൾ 5G നെറ്റ്വർക്ക് കവറേജ് ഉള്ള ഒരു പ്രദേശത്താണ് നിങ്ങൾ ഉള്ളതെന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഈ ചിഹ്നം ഉപയോഗിക്കുന്നത്. ഫോൺ 5G സിഗ്നലിന്റെ സാന്നിധ്യം കാണിക്കുന്നുണ്ടെങ്കിലും വേഗമേറിയ കണക്ഷൻ ലഭ്യമല്ലെങ്കിൽ അത് തനിയെ 4G ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് മാറും. നിങ്ങൾ 5G പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇത് ഡൗൺലോഡ് വേഗത കുറയാനും ബഫറിങ്ങിനും കാരണമായേക്കാം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? 5G സിഗ്നൽ ലഭ്യമായ ഒരു പ്രദേശത്താണ് ഉപഭോക്താവ് ഉള്ളതെന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് മൊബൈൽ നെറ്റ്വർക്കുകൾ നിലവിൽ 5G ഐക്കൺ ഉപയോഗിക്കുന്നത്. ഇത് കണക്ഷൻ വേഗതയുടെ ഉറപ്പല്ല. മൊബൈൽ നെറ്റ്വർക്കുകൾ സിഗ്നൽ പോലുള്ള ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഉപഭോക്താക്കളെ 5Gയിലേക്കോ 4Gയിലേക്കോ മാറ്റിക്കൊണ്ടിരിക്കും. ചില മൊബൈൽ ഓപ്പറേറ്റർമാർ യഥാർത്ഥ 5G വേഗത ഉറപ്പു നൽകുന്ന സ്റ്റാൻഡലോൺ 5G എന്ന പുതിയ സേവനം അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതിന് കൂടുതൽ പണം നൽകേണ്ടി വരും. മാത്രമല്ല ഇതിൻ്റെ കവറേജും നിലവിൽ പരിമിതമാണ്. നിങ്ങൾക്ക് സ്ഥിരമായ 5G കണക്ഷൻ ലഭിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓൺലൈൻ സ്പീഡ് ടെസ്റ്റ് ഉപയോഗിച്ച് വേഗത പരിശോധിക്കുക. നിങ്ങളുടെ യഥാർത്ഥ ഡൗൺലോഡ് അപ്ലോഡ് വേഗത എത്രയാണെന്ന് നോക്കുക. നിങ്ങളുടെ പ്രദേശത്ത് ഏത് നെറ്റ്വർക്കിനാണ് മികച്ച 5G കവറേജ് ഉള്ളതെന്ന് അതത് രാജ്യത്തെ റെഗുലേറ്ററി അതോറിറ്റിയുടെ കവറേജ് ചെക്കർ ഉപയോഗിച്ച് മനസ്സിലാക്കുക. നിലവിലെ പ്രൊവൈഡറുടെ സേവനത്തിൽ തൃപ്തരല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് പരിഹാരം തേടുക. ആവശ്യമെങ്കിൽ മെച്ചപ്പെട്ട കവറേജ് നൽകുന്ന മറ്റൊരു പ്രൊവൈഡറിലേക്ക് മാറുക. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.